ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം ഇതാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതിന്റെ അർത്ഥം ഇതാണ്: ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധസന്നദ്ധരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡവർണരും എന്തു ചെയ്തു സഞ്ജയ? ഇനി ഇതിന്റെ വ്യാഖ്യാനം നോക്കാം. ധൃതരാഷ്ട്രർ തന്റെ ഭാഗത്തുനിന്നുള്ളവരെ മാമകാഹ, അതായത് എന്റെ മക്കളെന്നും പാണ്ഡവരുടെ പക്ഷത്തെ പാണ്ഡവാഹ എന്നും വേർതിരിച്ചു കാണുകയാണ്. ഇതവരുടെ മാനസിക പക്ഷപാതത്തെയും ആഗ്രഹാഭിലാഷങ്ങളെയും വെളിവാക്കുന്നു. ഇന്നത്തെ കാലത്ത്, അതായത് 2026-ൽ ഈ ശ്ലോകം നമുക്ക് നൽകുന്ന ചിന്ത വളരെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതം ഓരോന്നും ഒരു ധർമ്മക്ഷേത്രമാണ്. നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സന്ദർഭങ്ങളാണ്. ധർമാനുകൂലമായ ജീവിതരീതി, ധർമ്മത്തോടൊപ്പം നിൽക്കണമോ അതോ സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകണോ എന്ന ആന്തരിക സംഘർഷം ഏത് കാലത്തും മനുഷ്യനുണ്ട്. ഈ ബോധ്യം ഉണ്ടാവുക എന്നത് ശരിയായ തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ ശ്ലോകത്തിൽ കുരുക്ഷേത്രം എന്നത് കേവലം ഒരു ഭൂപ്രദേശത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ യുദ്ധരംഗത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നല്ലതും ചീത്തയും തമ്മിലുള്ള പോരാട്ടം നിരന്തരം നടക്കുന്ന ഒരിടം. കൂടാതെ ധൃതരാഷ്ട്രരുടെ മാനസികാവസ്ഥയും തന്റെ മക്കളുടെ കാര്യത്തിലുള്ള അമിതമായ ആസക്തിയും ഇവിടെ വ്യക്തമാകുന്നത്. സ്വാർത്ഥതയും പക്ഷപാതിത്വവും എങ്ങനെയാണ് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് കാണിച്ചു തരുന്നു. ഈ അടിസ്ഥാനപരമായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ ഇത് സഹായിക്കും. ധൃതരാഷ്ട്രരുടെ ഭാര്യയായ ഗാന്ധാരിയുടെ മാനസികാവസ്ഥ അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. ഒരമ്മയെന്ന നിലയിൽ തന്റെ 100 മക്കളും യുദ്ധവേദിയിൽ അണിനിരന്നപ്പോൾ അവരുടെ ജീവനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവും അവളെ നിരന്തരം വേട്ടയാടിയിട്ടുണ്ടാവും. തന്റെ ഭർത്താവിന്റെ അന്ധതയെ സ്വയം പങ്കിടാനും ധർമ്മത്തോടൊപ്പം നിൽക്കാനും ശ്രമിച്ച ഒരു സ്ത്രീ യുദ്ധത്തിന്റെ വിനാശം കണ്ട് തീർച്ചയായും വലിയ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും. പാണ്ഡവരുടെ മാനസികാവസ്ഥയും സങ്കീർണമായിരുന്നു. അവർ ധർമ്മത്തിനുവേണ്ടി നിലകൊള്ളുന്നുവെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും സ്വന്തം ബന്ധുക്കൾക്കും ഗുരുക്കന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നതിന്റെ വേദനയും ദുഃഖവും അവരെ അലട്ടിയിരുന്നു. പ്രത്യേകിച്ച് അർജുനന്റെ പശ്ചാത്താപവും ആശയക്കുഴപ്പവും കൃത്യമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇത് കർത്തവ്യബോധവും വ്യക്തിപരമായ ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷത്തെയാണ് കാണിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപ് ദുര്യോധനന്റെ മാനസികാവസ്ഥ അധികാരമോഹത്താലും അമിത ആത്മവിശ്വാസത്താലും നിറഞ്ഞതായിരുന്നു. തന്റെ സൈന്യബലത്തെക്കുറിച്ചുള്ള അഹങ്കാരം അവനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. എന്നാൽ എതിരാളികളുടെയും ശ്രീകൃഷ്ണന്റെയും സാന്നിധ്യം ഉള്ളിലൊരു ചെറിയ സംശയവും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അവന്റെ ചിന്ത മുഴുവൻ സ്വന്തം നേട്ടത്തിലും അധികാരത്തിലും മാത്രമായിരുന്നു. ഈ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന വളരെ പ്രധാനമായൊരു കാര്യം ഭഗവത്ഗീത മുന്നോട്ടുവയ്ക്കുന്ന സമർപ്പണത്തിന്റെ തത്വമാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ കർമ്മങ്ങൾക്ക് ശേഷം വരുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്ത ഒഴിവാക്കാനും ഈശ്വരീയമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വഴിമാറാനും നമുക്ക് സാധിക്കണം. സ്വന്തം താൽപര്യങ്ങൾക്കപ്പുറം ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ ഉൾക്കാഴ്ച ജീവിതത്തിലെ ഏതു വലിയ തീരുമാനങ്ങളിലും താങ്കളെ സഹായിക്കൂ. ദുര്യോധനനെ പോലെ അധികാരമോഹിയായ ഒരു ഭരണാധികാരിയും ഇന്നത്തെ കാലത്തെ അത്തരം നേതാക്കളും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ സാമ്യതകളുണ്ട്. രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളുടെ കേന്ദ്രം സ്വന്തം കാര്യസാധ്യവും അധികാരം നിലനിർത്താനുള്ള അദമ്യമായ ആഗ്രഹവുമാണ്. പ്രജകളുടെയോ ജനങ്ങളുടെയോ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ സ്വന്തം താൽപര്യങ്ങൾക്ക് വഴിയൊരുക്കാൻ അവർ ഏതു വഴിയും സ്വീകരിക്കുന്നു. വ്യത്യാസം വരുന്നത് അവരുടെ കാലഘട്ടവും അവർ ഉപയോഗിക്കുന്ന രീതികളിലുമാണ്. ദുര്യോധനൻ നേരിട്ടുള്ള യുദ്ധവും ബലപ്രയോഗവുമൊക്കെയാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇന്നത്തെ നേതാക്കൾ രാഷ്ട്രീയ തന്ത്രങ്ങളും നയങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു.